ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രാൻബെറി സോസ്. ഓക്കെ, ഇപ്പം എന്താ താങ്ക്സ് ഗിവിംഗ് ഒക്കെ വരികയല്ലേ, അപ്പം എല്ലായിടവും ക്രാൻബെറി സോസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പം ക്രാൻബെറി സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. യൂഷ്വലി ഞാൻ ഈ ക്രാൻബെറി സോസ് ഉണ്ടാക്കുമ്പം ജിഞ്ചർ യൂസ് ചെയ്തിട്ട് ജിഞ്ചറും ഷുഗറൊക്കെ ഇട്ട് ക്രാൻബെറി സോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് ഓറഞ്ച് ജ്യൂസൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പം അതിനുവേണ്ടി ഞാൻ ക്രാൻബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫ്രഷ് ക്രാൻബെറി 12 ounce ബാഗ് അതെടുത്തിട്ടുണ്ട്. ഫ്രോസൺ അല്ല. ഓക്കെ, അപ്പോൾ ഫ്രഷ് ക്രാൻബെറിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് വേണം. പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറയല്ലോ, ഫ്രഷ് ആയിട്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പം ഈ ഓറഞ്ചിൻ്റെ ഈ തൊലി ഒന്ന് ഇതിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതാണ് ഓറഞ്ച് സെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓറഞ്ച് സെസ്റ്റ് ഉണ്ടാക്കി, ഓറഞ്ച് ജ്യൂസിൻ്റെ ഫ്രഷ്, പിന്നെ കുറച്ച് 3/4 കപ്പ് വാട്ടറും സെയിം എമൗണ്ട് ഷുഗറും 3/4 ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ, പിന്നെ വനില എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഭയങ്കര സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുന്നത്, ചീത്തയായിട്ടൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ അത് കളയുക എടുത്ത്. ഓക്കെ, കഴുകിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ എടുക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഓക്കെ, ഇതിങ്ങനെ ഒരെണ്ണം എനിക്ക് കിട്ടേണ്ട ഒരെണ്ണേ ഉള്ളൂ. അതിങ്ങനെ തൊടുമ്പോൾ ഒരു സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കഴുകി അല്ലേ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം ഞാൻ റിൻസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തു. ഇപ്പം നമുക്ക് പാത്രത്തിലോട്ട് ഇടാം. ഓക്കെ, അതിനകത്തോട്ട് നമുക്ക് 3/4 കപ്പ് വാട്ടർ ഒഴിച്ചു. പിന്നെ സെയിം 3/4 കപ്പ് തന്നെ ഷുഗർ എടുത്ത് വെച്ച് ഇട്ടു. ഷുഗർ ഇട്ടു. പിന്നെ നമ്മൾ 1/4 ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചില്ല, അതിവിടെ ഒഴിക്കുക. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റവ് ഓൺ ചെയ്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബോയിൽ ചെയ്ത് എടുക്കാം. ഇപ്പം ബോയിൽ ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം ഫ്ലെയിം കുറച്ച് നോക്കാം. ഇതിങ്ങനെ പോപ്പ് ചെയ്ത് വരും കേട്ടോ. അപ്പം എന്താ ഇങ്ങനെ പൊട്ടി വരും. അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ബോയിൽ ചെയ്തെടുത്തു. ഇതിപ്പോൾ ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഓക്കെ, കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 10 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിനൊരു ടാർ ടേസ്റ്റ് അല്ലേ ഈ ക്രാൻബെറിക്ക്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഷുഗർ ഇട്ടിട്ട സോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും എന്താണ് താങ്ക്സ് ഗിവിങ്ങിന് ടർക്കിയുടെ കൂടെയൊക്കെ കഴിക്കാൻ എടുക്കുന്ന സോസ്. പിന്നെ നമുക്കല്ലാതെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടാർ ടേസ്റ്റ് മാറാൻ വേണ്ടി നമ്മൾ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ ജിഞ്ചർ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, യൂഷ്വലി ഞാൻ ജിഞ്ചറിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം ഇങ്ങനെ ഓറഞ്ച് ജ്യൂസും കുറച്ച് വനില എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചാൽ എങ്ങനെ ഇരിക്കാൻ നോക്കാം. എനിവേ ആ ക്രാൻബെറിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. ചിലർ എന്താ പറയുക, സിനമൺ ആഡ് ചെയ്യാന്ന് പറയും, ചിലർ നട്ട്മഗ് ആഡ് ചെയ്യുമെന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു 4 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ട് ഇത് മതി. ഞാൻ ഇനി ഓഫ് ചെയ്യാൻ പോവാം. നമുക്ക്
ഓഫ് ചെയ്തിട്ട് നമുക്കിതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓക്കെ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എന്താ പറയുക ഇതില്ലേ നമ്മളെടുത്ത് വെച്ച വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുത്തു. അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ ഓറഞ്ച് സെസ്റ്റ് ഇല്ലത് ഓക്കെ അതിട്ടു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. അടിപൊളിയായിട്ടുള്ള ക്രാൻബെറി സോസ് ഇസ് റെഡി. പിന്നെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, താങ്ക്സ് ഗിവിങ് നിങ്ങളൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നന്നായിട്ടുണ്ട്. ഈ എന്താ പറയുക, ഈ സോസില്ലേ ക്രാൻബെറി സോസ് നിങ്ങൾക്കിപ്പം 2 വീക്സ് ബിഫോറൊക്കെ ഉണ്ടാക്കി വെക്കാം. ഒക്കെ താങ്ക്സ് ഗിവിങ്ങിനൊക്കെ മുമ്പ്. അതുപോലെ ഫ്രീസർ വെച്ചാൽ എന്തെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് ഫ്രീസർ വെച്ചാലും മതി. അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 12 ounce ക്രാൻബെറി ബാഗ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതലെടുത്ത് സെയിം ഡബിളാക്കി ബാക്കിയൊക്കെ ഡബിളാക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്സ് ഗിവിങ്ങിന് ടർക്കിയുടെ കൂടെ ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി താങ്ക്സ് ഗിവിങ്. അപ്പോൾ ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.